വടക്കനാട് മേഖലയിൽ ഭീതി പരത്തിയ ആന മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചെങ്കിലും ദൗത്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആന വീണ്ടും കാട് കയറി. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയതിനാൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. കല്ലൂർക്കുന്ന് ഭാഗത്ത് നിന്നാണ് ആനയെ മയക്കുവെടി വെച്ചത്. രാവിലെ 5 മണിയോടെയായിരുന്നു ദൗത്യം ആരംഭിച്ചത്. ഇന്നത്തെ ദൗത്യം പരാജയപ്പെട്ട സാഹചര്യത്തിൽ നാളെ ദൗത്യം പുനരാരംഭിക്കും. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും. ഫൈസൽ, അപ്പോൾ വനാതിർത്തി ഭാഗത്ത് വെച്ചായിരിക്കണം ആനയെ വെടിവെച്ചത്. മയക്കുവെടി വെച്ച ഉടനെ തന്നെ ആന ഉൾക്കാട്ടിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണോ ദൗത്യം പരാജയപ്പെടുന്നത്? തീർച്ചയായും ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് പുലർച്ചയോടുകൂടി ദൗത്യം ആരംഭിച്ചു. ആദ്യം മയക്കുവെടി വെച്ചു. ഉൾക്കാട്ടിനകത്ത് വെച്ചാണ് ഈ ആനയെ മയക്കുവെടി വെച്ചത്. നമുക്കറിയാം, ഈ ആനയെ സാധാരണഗതിയിൽ മയക്കുവെടി വെക്കുന്ന സമയത്ത് 1 മുതൽ 3 കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ വഴിയൊക്കെ ഒരുക്കിയതിനു ശേഷമാണ് സാധാരണഗതിയിൽ വനംവകുപ്പ് ഇത്തരം നടപടിയിലേക്ക് കടക്കാറ്. അത് തന്നെയാണ് ഇന്നും ചെയ്തത്. പക്ഷേ ആന മയക്കുവെടി വെച്ച ഉടനെ കൂടുതൽ ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് ഇന്നത്തെ ദൗത്യം പരാജയപ്പെടാനുള്ള ഒരു കാരണം. നാളെ വീണ്ടും പുലർച്ചയോടുകൂടി തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ളതാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഈ മാർച്ച് മാസം 4-ാം തീയതിയാണ് വടക്കനാട് ഭാഗത്ത് വെച്ച് ഒരു യുവ കർഷകന്റെ ജീവൻ കാട്ടാന എടുത്തത്. അതിനുശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ പ്രദേശത്തുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനുള്ള ഉത്തരവൊക്കെ പുറത്തിറങ്ങിയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ വനം വകുപ്പ് ഈ ആനയെ നിരീക്ഷിച്ച് വരികയായിരുന്നു. പലതരത്തിൽ കുങ്കി ആനകളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യത്തിലായിരുന്നു വനം വകുപ്പ് മുതിർന്നത്. ഇന്നാണ് ഈ ആനയെ മയക്കുവെടി വെക്കുന്നതിലേക്ക് വനം വകുപ്പ് കടന്നത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വനം വകുപ്പ് തുടർന്നു കൊണ്ടുവരികയായിരുന്നു. ഈ ആനയെ നിരീക്ഷിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വനം വകുപ്പ് നടത്തിയിരുന്നു. RRT സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ വനം വകുപ്പ് ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഈ യുവ കർഷകന്റെ ജീവൻ എടുത്തതിന് ശേഷവും പല തവണ ഈ ജനവാസ മേഖല, അതായത് വടക്കനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ കാട്ടാന വീണ്ടും തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പലതരത്തിലും കൃഷിനാശം ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ആനയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ളതായിരുന്നു ആളുകളുടെ ആവശ്യം. അതിന് തന്നെയായിരുന്നു വനംവകുപ്പ് ഈ ഒരു ദൗത്യവുമായി രംഗത്തിറങ്ങിയത്. എന്നാൽ ഇന്നത്തെ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു. നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കും. ആനയെ മയക്കുവെടി വെച്ച് വൈൽഡ് ലൈഫിന്റെ ആംബുലൻസ് കയറ്റി മുത്തങ്ങ ആനപ്പന്തിയിലേക്ക് മാറ്റാനായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ ഇപ്പോൾ ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയത് കൊണ്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള ഒരു പ്രതിസന്ധി. വീണ്ടും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചന, അല്ലെങ്കിൽ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഈ ആന ഈ ആളെ ആക്രമിച്ചതിന് ശേഷം വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇന്നിപ്പോ ആന ഉൾക്കാട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും വീണ്ടും നാളെ എത്താനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നാളെ പുലർച്ചെ വീണ്ടും ഈ ഒരു ദൗത്യം പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ജിൽസി, അപ്പോൾ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം മയക്കുവെടി വെച്ചിട്ടുണ്ടെങ്കിലും ആനയെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ദൗത്യം ഇന്ന് പരാജയപ്പെട്ടിരിക്കുന്നു. കാര്യം ആന ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുന്നു. ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ദൗത്യം നാളെ വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമമാണ് ദൗത്യ സംഘം നടത്തുന്നത്. ഫൈസൽ, വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ആന ഉണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ദൗത്യം പരാജയപ്പെട്ട സ്ഥിതിക്ക് നാളെ വീണ്ടും ദൗത്യം നടക്കുമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ ആണോ? കാരണം ആന ഇനി വീണ്ടും ഈ പ്രദേശത്തേക്ക് തന്നെ എത്തേണ്ടതുണ്ട്. അങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണോ അത്? ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, നിരന്തരം ആന ഈ ഒരു ജനവാസ മേഖലയിൽ, അതായത് ഈ വടക്കനാട് ഉൾപ്പെടെയുള്ള മേഖലയെ സ്ഥിരമായി എത്തുന്ന ഒരു ആന തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ഇത്ര ഭീതിയോടെ ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം വനംവകുപ്പ് ഈ ഭാഗത്തൊക്കെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ വലിയ തരത്തിൽ ഫോഴ്സിനെ വിന്യസിച്ചുകൊണ്ട് വനംവകുപ്പ് നൈറ്റ് പെട്രോളിംഗ് ഒക്കെ നടത്തിയിട്ട് പോലും ആന ജനവാസ മേഖലയിലേക്ക് എത്തിയ ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന വീണ്ടും എത്താനുള്ള ഒരു സാധ്യത വനംവകുപ്പ് തള്ളിക്കളയുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി തന്നെ അവർക്കറിയാം, ഈ വടക്കനാട് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാട്ടാനയുടെ ശല്യമുള്ള, കാട്ടാന നിരന്തരം ഇറങ്ങുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ആന വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ആളുകളും വനംവകുപ്പും ഒക്കെ തന്നെ പങ്കുവെക്കുന്നത്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവ കർഷകന്റെ ജീവൻ എടുത്ത ശേഷം അതിനുശേഷം വനംവകുപ്പ് കൂടുതൽ നൈറ്റ് പെട്രോളിംഗ് കൂടുതലാക്കിയിരുന്നു. എന്നിട്ട് പോലും ആന ഈ ഒരു ജനവാസ മേഖലയിൽ അത് ആക്രമിച്ച സ്ഥലത്തിനോട് തൊട്ടടുത്തുള്ള കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തുകയും വ്യാപക കൃഷിനാശം വരുത്തുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു.
വരുന്നത്. അത് പുലർച്ചെ വരെ ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ച് അതിനുശേഷം ഉൾക്കാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് തുടർന്നു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഈ പുലർച്ചയോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം രാത്രി ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നു, പുലർച്ചെ വരെ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു, കൃഷിനാശം വരുത്തുന്നു, തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഈ വടക്കനാട് മേഖലയിൽ കാണുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെ ഈ ഒരു ദൗത്യം ആരംഭിക്കുന്നത്. അപ്പൊ വീണ്ടും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വനംവകുപ്പ് ഉൾപ്പെടെ കരുതുന്നത്. അതിനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും തെളിയുന്നത്. ശരി.